CPM-ന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മുഖം. കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം ഈ മുഖത്തിന് ഒരു മുഖവുരയുടെ ആവശ്യമില്ല. ഐഷ പോറ്റി. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില വിവാദങ്ങളിൽ ഐഷ പോറ്റി പ്രതികരിക്കുന്നു. മാഡം, ആദ്യം തന്നെ ചോദിച്ചോട്ടെ, ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, പോകുന്നു എന്ന് തീരുമാനമെടുത്തിട്ടുണ്ടോ? മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ അവർ വിളിച്ചപ്പോൾ എന്തുകൊണ്ട് പോയിക്കൂടാ? അതൊരു പാർട്ടി പരിപാടി എന്ന് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുസ്മരണമാണ് 18-ാം തീയതി, അപ്പം ഞാനും കൂടി പങ്കെടുക്കാം. മുൻ MLA അല്ലേ, അദ്ദേഹത്തിൻ്റെ ഒപ്പം അവിടെ ഉണ്ടായിരുന്ന ആളല്ലേ, 3 തവണ ഉണ്ടായിരുന്ന ആളല്ലേ, അപ്പം വേറെ ആരും കൂടി ഇല്ല, രാഘവ് സാബ് മരിച്ചു പോയി. അപ്പോൾ പങ്കെടുക്കണം. അപ്പം ഞാൻ ചോദിച്ചു ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പ്രതിനിധികളെ വിളിച്ചിട്ടുണ്ട്, പഞ്ചായത്ത് പ്രസിഡൻ്റുണ്ട്, CPI CPM-ന്റെ പ്രാദേശിക നേതാക്കൾ, BJP-യുടെ പ്രതിനിധികളെ വരെ വിളിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. വെറുതെ ചോദിച്ചതേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു പിന്നെന്താ വരാം എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ കാര്യം. അതൊരു രാഷ്ട്രീയ പരിപാടി എന്ന് മാത്രം അതിന് പറയാൻ പറ്റുമോ? കോൺഗ്രസ് ഭവനിൽ ആശ്രയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലൊരു മനുഷ്യൻ തീർച്ചയായിട്ടും ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും മരിച്ചു കഴിഞ്ഞപ്പോഴെങ്കിലും ഒരു ഇത് മാറ്റി വെച്ച് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ് എനിക്ക് നല്ല സന്തോഷം തോന്നിയിട്ടുണ്ട്. വളരെ ജനകീയനായിട്ടുള്ള, എല്ലാവരോടും നന്നായി ഇടപെടുന്ന, ഏത് മനുഷ്യരോടും ഒരുപോലെ ഇടപെടുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം. അപ്പോൾ പിന്നെ അനുസ്മരണത്തിന് പോകുന്നതുകൊണ്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ തവണ എന്നെ വിളിച്ചിരുന്നു, ഞാൻ സ്ഥലത്തില്ലായിരുന്നു, അതുകൊണ്ട് പോയില്ല. ഇത്തവണ ഇങ്ങനെ വിളിച്ചപ്പോൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞു. ഇനി എൻ്റേതല്ലാത്ത എന്തെങ്കിലും അസൗകര്യമുണ്ട്, ചിലപ്പോൾ കാണില്ല, അത് നിങ്ങൾ കണക്കാക്കിക്കോണമെന്ന് പറഞ്ഞു. തീർച്ചയായും ഇത് മറ്റൊരു സാഹചര്യം കൂടി ഒരു കണക്കിലെടുക്കുമ്പോൾ മാഡം ഈ CPM-ന്റെ പൊതുപരിപാടികളിലേക്കൊന്നും ഇപ്പോൾ വളരെ സജീവമായി കാണുന്നില്ല എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നാണ് ഇപ്പോൾ പൊതുവിൽ പറയുന്നത്. CPM-ന്റെ പരിപാടി ഞാനിപ്പോൾ കമ്മിറ്റിയിലില്ലല്ലോ, ഞാൻ ഒരു കമ്മിറ്റിയിലും ഇപ്പോൾ ഇല്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് ഈ 2-2.5 വർഷം ഞാൻ ഫുള്ള് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ യാത്രയ്ക്കിടെ സംഭവിച്ച കുറച്ച് പ്രശ്നങ്ങൾ അതെല്ലാം ക്യൂർ ചെയ്തപ്പോൾ നല്ല ഓക്കെ ആയി കഴിഞ്ഞു. പക്ഷേ ആ സമയത്തൊക്കെ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. തന്നെയല്ല, പ്രായോഗികമായിട്ട് ഒരു പേഴ്സണലായിട്ടുള്ള ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ട് കൊണ്ട് എനിക്ക് ആ മുഴുവൻ സമയം ഓടി എത്താനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞായിരുന്നു എന്നെ മാറ്റിയിട്ട് വേറെ ആരെങ്കിലും എടുക്കാനായിട്ട്. എത്രയോ നല്ല ആൾക്കാർ, നല്ല ആക്റ്റീവായിട്ടുള്ളവരില്ലേ, അങ്ങനെയാകെ ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണ്. അല്ലാതെ എനിക്ക് ആരോടും ദേഷ്യമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. ഞാൻ എൻ്റെ പ്രൊഫഷനിലേക്ക് പണ്ട് ഞാൻ ഫുള്ള് പ്രാക്ടീസ് ചെയ്തിരുന്ന 2000 അന്ന് മത്സരിക്കുമ്പോൾ തന്നെ ഞാൻ കുഞ്ഞുങ്ങൾ ചെറുതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിഞ്ഞതായിരുന്നു. അപ്പോഴും നമ്മൾ ഹസ്ബൻഡ് എന്നെ പറഞ്ഞു എന്നാൽ പിന്നെ ഒന്ന് നിൽക്കാനായിട്ട്, അങ്ങനെ നേതാക്കളൊക്കെ പറഞ്ഞപ്പോൾ അങ്ങ് നിന്നു എന്നുള്ളതേ ഉള്ളൂ. അവ ഇങ്ങനെ അങ്ങ് ആയി കുറേ കാലം. ഓരോ തവണയും പാർട്ടി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഏതായാലും പ്രൊഫഷനിൽ നിന്നൊന്ന് ഇങ്ങനെ ആയി. അത് വേറെ ഉള്ളവർ നോക്കിക്കൊണ്ടിരുന്ന, അങ്ങനെ അത്രയേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഒഴിവായി. ഒന്നിലും ഇല്ലാതിരിക്കുകയാണ്. ഞാൻ ഫുള്ള് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യും. പിന്നെ ഇഷ്ടംപോലെ പൊതുപ്രവർത്തനങ്ങൾ, ഏത് കാര്യത്തിനാണെങ്കിലും ഞാൻ പബ്ലിക്കായിട്ടുള്ള പരിപാടിക്കെല്ലാം പോകുന്നുണ്ട്. ആൾക്കാർ വിളിച്ച് എന്നെ കൊണ്ടുവിടണമെന്ന് പറയും, അത്രയേ ഉള്ളൂ. അതിനെല്ലാം ഇപ്പോഴും പോയി, കഴിഞ്ഞ ദിവസവും പോയതേ ഉള്ളൂ. പെൻഷനേഴ്സ് യൂണിയൻ്റെ ഒരു പരിപാടി, എല്ലാത്തിനും പോകും. അതൊന്നും ഒരു തടസ്സമുള്ള കാര്യമല്ലല്ലോ. എനിക്ക് ഇഷ്ടമുള്ള നല്ല കാര്യങ്ങൾക്കൊക്കെ പോക്കൂടെ. ക്ലാസ് എടുക്കാൻ പോകാൻ കടയ്ക്ക് വരെ പോയിരുന്നു. നാളെ കുടുംബശ്രീക്ക് ഒരു ക്ലാസ് കൊടുക്കും, എല്ലാം ചെയ്യുന്നുണ്ട്. അതൊന്നും ഒരു പ്രശ്നമല്ല. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ പ്രാക്ടീസ് നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത്തരത്തിൽ ജനകീയ ഒരു നേതാവ്, ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോഴും ഈ നേതാവിന്. അപ്പോൾ അത്തരത്തിൽ ജനകീയ സമ്മതി കിട്ടിയ ഒരു നേതാവിന് പാർട്ടിയിൽ ഒരു സമ്മതി കിട്ടിയില്ല എന്നുള്ളൊരു പരാതി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ ഒരാളോടും എൻ്റെ ഒരു പരാതിയും പറയാറില്ല. ഒരു പരാതിയും ഞാൻ ആരോടും പറയാറില്ല. അത് എനിക്ക് പറയേണ്ട കാര്യമല്ല, മറ്റുള്ളവർക്ക് തോന്നുന്ന കാര്യം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻജോയ് ചെയ്ത് പോവുകയാണ് ഇപ്പോൾ. അപ്പോൾ എനിക്ക് എൻ്റെ മക്കളെയൊക്കെ കുറച്ച് കാണാം, കൊച്ചുമക്കളെ കാണാം, അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. പ്രാക്ടീസ് ചെയ്യാം, പിന്നെ ക്ലാസ്സൊക്കെ എടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടിയിൽ നല്ല ആക്റ്റീവായിട്ട് പോകാൻ പറ്റും. അതാണ് സന്തോഷം. അല്ലാതെ എനിക്ക് ആരോടും കംപ്ലൈൻറ്റോ വരുവോ ഒന്നുമില്ല. സ്വാഭാവികമായും ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു പൊതുവെ പുറത്ത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അല്ലെങ്കിൽ ചെയ്യണ്ട എന്നൊരു വിലക്കോ അല്ലെങ്കിൽ ഒരു തടസ്സപ്പെടുത്തലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ പാർട്ടിയിൽ നിന്ന്? ഉണ്ടായിട്ടില്ല. ഇതിനകത്ത് തടസ്സപ്പെടുത്തേണ്ട കാര്യം എന്താ? ഇതൊരു അനുസ്മരണമല്ലേ. ഒരു നായനാർ അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിന് മുഴുവൻ പേരെ വിളിക്കണം എന്നുള്ള വ്യക്തിപരമായ അഭിപ്രായമുള്ള ആളാണ് ഞാൻ. ഒരു പ്രമുഖനായിട്ടിരുന്ന, നല്ല ഒരു മുഖ്യമന്ത്രി ആയിക്കോട്ടിരുന്ന ഏത് പാർട്ടി ആയാലും ആയിക്കോട്ടെ, അവരുടെ ഒരു അനുസ്മരണം വരുമ്പോൾ എന്തുകൊണ്ട് എല്ലാവരെയും വിളിച്ചുകൂടാ? ഇവരെല്ലാവരെയും വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എനിക്കതിനകത്ത് വേറെ ഒരു ചിന്തയേ വന്നില്ല. അദ്ദേഹത്തിൻ്റെ അനുസ്മരണം എവിടെയാണെന്ന് ചോദിച്ചു, ഇന്നിടത്താണ്, എത്ര പേരുണ്ട്, എല്ലാവരെയും ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഓക്കെ, പിന്നെന്താ പോയാലേ, അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ജനങ്ങൾക്കിടയിലേക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ വേണ്ട എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മാറി ചിന്തിക്കേണ്ട ഒരു സാഹചര്യം? അറിയോ, അത് നമുക്ക് അങ്ങനെ ഒരു കമ്മിറ്റിയിലൊന്നും ഇരുന്നില്ലെങ്കിൽ നമുക്കെല്ലാം ചെയ്തുകൂടെ?
നമ്മളെ ഞാൻ അധികാരമൊന്നും ഇല്ലെങ്കിലും ചെയ്യാവുന്ന ഒരുപാട് എത്ര പേര് ഇവിടെ വന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും, നിയമപരമായിട്ടുള്ളതായാലും അല്ലാതുള്ളതായാലും സങ്കടങ്ങളായാലും കുടുംബ പ്രശ്നങ്ങളും എല്ലാം എത്ര സമയം ഞാൻ ഇരുന്ന് സംസാരിക്കും. ഇന്ന് ഞാൻ ആരോടും വരരുതെന്ന് പറഞ്ഞു. ഓഫീസിൽ പോകുന്നതുകൊണ്ട് ഉച്ച കഴിഞ്ഞേ കൊടുത്തിട്ടുള്ളൂ. ഇന്ന് ഓഫീസിലും പോകാൻ പറ്റിയില്ല, അത് വേറൊരു കാര്യം. അല്ലാതെ ഒന്നുമില്ല. അതിനൊന്നും ഒരു പ്രത്യേകിച്ചൊരു കാര്യം എന്തിനാണ്? അതൊക്കെ പറ്റുന്നവർക്ക് എന്നെപ്പോലുള്ള ഒരാളെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ചുറ്റുപാട് വീടിൻ്റെ ചുറ്റുപാടെന്ന് പറയുമ്പോഴേ അതൊക്കെ ഒരു വനിതകളെ സംബന്ധിച്ചിടത്തോളം കണ്ടമാനം എനിക്കത് പറയണമെന്നില്ല. എങ്കിൽ പോലും ഇത്രയും നാൾ എങ്ങനെ നിന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റേതായ ഒരു സംവിധാനമുണ്ട്. അപ്പോൾ എനിക്ക് എവിടെയും പോകാം, എത്തുന്നതിന് നല്ല നല്ല രീതിയിലുള്ള നല്ല കംഫർട്ടോടു കൂടിയും പോകാൻ പറ്റുന്ന ഒരു സംവിധാനം ഉള്ളപ്പോൾ നമുക്കതിൻ്റെ കൂട്ടത്തിൽ എല്ലാ സ്ഥലത്തും ഓടിയെത്താം. ഞാൻ ഇപ്പം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നൊക്കെ എന്നോട് മുമ്പേ എല്ലാവരും പറഞ്ഞു കാണണം. ഞാൻ അങ്ങനെ എങ്ങനെ ചുമ്മാ ഓടിച്ചെല്ലാൻ ആവശ്യമുണ്ടോ? നമ്മളെല്ലാവരെയും കാണുന്നുണ്ടല്ലോ. ഒരു ജനപ്രതിനിധി ആയിരിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു സൗകര്യം എല്ലാം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ സ്ഥലത്തും ചെല്ലും. അതേപോലെ ഇൻഡിവിജ്വലായിട്ട് എനിക്ക് അങ്ങനെ ഓടിയെത്താനും പറ്റുന്നില്ലല്ലോ. പിന്നെ ഒത്തിരി ഫംഗ്ഷനൊക്കെ ചോദിച്ചപ്പോൾ എനിക്കൊരു കാര്യമില്ലാത്തടത്ത് ഞാൻ ചുമ്മാ കയറി പോകേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് എൻ്റെ സ്പേസ് ഉണ്ടല്ലോ, സ്വന്തമായ സ്പേസ് ഉണ്ടല്ലോ, അതേ ഉള്ളൂ. അല്ലാതെ ഒന്നുമില്ല. അങ്ങനെ ഒരു സ്പേസ് പാർട്ടിക്കുള്ളിൽ കിട്ടിയില്ല, അല്ലെങ്കിൽ വനിത ആയതുകൊണ്ട് കിട്ടിയില്ല, അങ്ങനെ ഒരു ഇല്ല. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല, അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എത്രയോ വലിയ വലിയ ആൾക്കാർ അതിനകത്തുണ്ട്. അതൊക്കെ അവരൊക്കെ അങ്ങനെ പൊയ്ക്കോട്ടെ, അത്രയേ ഉള്ളൂ. മറ്റൊന്നും കൂടി ഡയറക്റ്റ് അങ്ങ് ചോദിക്കുകയാണ്, കോൺഗ്രസിലേക്ക് പോകുമോ? അങ്ങനെ എന്തെങ്കിലും ചോദ്യം, അത് ആ ചോദ്യത്തിന് ഒരു പ്രസക്തി ഇവിടെ ഇല്ല. ഞാനൊന്നുമേ അങ്ങനെ ചിന്തിച്ചു പോലും ഇല്ല, ഒന്നുമേ ആലോചിച്ചിട്ടില്ല. ഒരു അനുസ്മരണത്തിന് ചെല്ലണമെന്ന് പറയുമ്പോൾ ഇത്രയേറെ ഒരു മാനങ്ങൾ വരുമോ എന്ന് എനിക്ക് തന്നെ അറിയില്ല. അതൊക്കെ ആൾക്കാരുടെ വ്യാഖ്യാനമല്ലേ. നിലവിലെ ഒരു കാര്യവും ഇല്ല അങ്ങനെ. തീർച്ചയായും ഇത് തന്നെയാണ് ഐഷ പോറ്റിയുടെ മറുപടി. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യമൊന്നും വളരെ വലിയൊരു ഘടകമായി മാഡം കരുതുന്നില്ല. പക്ഷേ എങ്കിലും ഒരു ജനസമ്മതിയുള്ള ഒരു നേതാവായി ജനങ്ങൾക്കൊപ്പം ഐഷ പോറ്റി എന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് ഉറപ്പ് പറയുന്നത്. ഒപ്പം കോൺഗ്രസിലേക്ക് പോകും എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്കും യാതൊരു പ്രസക്തിയുമില്ല എന്ന് ഐഷ പോറ്റി പറയും.